ചക്കപ്പഴം വെച്ചിട്ട് ഒരു 10 മിനിറ്റിനുള്ളിൽ ഒരു അടിപൊളി സ്നാക്ക് ഉണ്ടാക്കി കാണിച്ചിട്ടെ. അപ്പോൾ അതായത് ഇതുപോലെ നിങ്ങൾ ചക്കപ്പഴം കിട്ടുന്ന ടൈമിലുണ്ടല്ലോ, ഇതുപോലെ നിങ്ങൾ ഉണ്ടാക്കുന്നതെങ്കിൽ അട ഉണ്ടാക്കാൻ നിൽക്കണ്ട. അട ഉണ്ടാക്കുന്നതിലൊക്കെ എളുപ്പമുണ്ട് ഈ ഒരു രീതിയിൽ ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ. ഇതുപോലെ കഷ്ണങ്ങളായിട്ട് നമ്മൾ പീസായിട്ട് മുറിച്ചെടുത്ത് കഴിക്കാം. പിന്നെ ഒരുപാട് കുറച്ചൊക്കെ ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ നേരെ നമ്മളിത് ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ, ഒരുപാട് ദിവസത്തേക്ക് നമുക്കത് എടുക്കുകയും ചെയ്യാം. മുറിച്ചെടുത്ത് കഴിക്കാനായിട്ട് എളുപ്പമുണ്ട് കേട്ടോ. അപ്പോൾ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. അപ്പോൾ ഞാനിപ്പോൾ ഇതുപോലെ ഒരു കുറച്ച് ചക്കപ്പഴം എടുത്ത് ആ ഒരു കായും ഇതൊക്കെ ഒന്ന് കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഉണ്ടല്ലോ നമുക്കത് ഇതുപോലെ ഒന്ന് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടൊന്ന് അടിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിത് കുറച്ച് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ടുണ്ട്. ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ചെടുത്തിട്ട് നല്ല രീതിയിൽ പേസ്റ്റ് ആക്കിയതാണ് ഇതുപോലെ അങ്ങോട്ട് അരച്ചെടുക്കാം കേട്ടോ. ഇനി ഉണ്ടല്ലോ നമുക്ക് കുറച്ച് ശർക്കര എടുത്തൊന്ന് ഉരുക്കിയെടുക്കാം കേട്ടോ. അപ്പം ചക്കപ്പഴത്തിന് മധുരം ഉള്ളതുകൊണ്ട് തന്നെ നിങ്ങൾ ശർക്കര ഉരുക്കുമ്പോൾ ഒരുപാട് ഉരുക്കാൻ നിൽക്കേണ്ട, ഒരു അരക്കട്ടയോളം മതി കേട്ടോ. അപ്പോൾ നിങ്ങൾ എടുക്കുന്നതിനനുസരിച്ചിട്ട് മധുരത്തിന് ആവശ്യത്തിനുള്ളതിൻ്റെ ശർക്കര എടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഞാനിതൊരു ഞാൻ അരക്കട്ട എടുത്തിട്ടുള്ളൂ. അപ്പോൾ അതായത് ഇതുപോലെ ഒന്ന് കുറച്ച് വെള്ളം എടുത്ത് ഒഴിച്ചിട്ട് ഇതുപോലെ നല്ല രീതിയിൽ തന്നെ അങ്ങോട്ട് ഉരുക്കി എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. നല്ല രീതിയിൽ നിങ്ങളിതുപോലെ ശർക്കരപ്പാനിയൊക്കെ എടുക്കാം കേട്ടോ. ഇതുപോലെ തെളിച്ച് ഞാനിത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഉണ്ടല്ലോ നമുക്കൊരു ഇച്ചിരി തേങ്ങാക്കൊത്തിൻ്റെ ആവശ്യമുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് തേങ്ങ അങ്ങനെ കൊത്തി എറിഞ്ഞ് ഇട്ട് കൊടുക്കണം എന്നുണ്ടെങ്കിൽ അത് വേണമെങ്കിൽ അത് അങ്ങനെ എടുക്കാം. ഇനിയിപ്പോൾ അതല്ല തേങ്ങ ചെരുവ ഇടണമെന്ന് താല്പര്യം ഉണ്ടെങ്കിൽ വേണമെങ്കിൽ അത് അങ്ങനെ ഇടാം കേട്ടോ. നമുക്ക് കൊത്തി ഇടുവാണെങ്കിൽ നമ്മളൊന്ന് എണ്ണയിലൊക്കെ ഒന്ന് വറുത്തിടുമ്പോൾ നമ്മളത് കടിക്കുമ്പോൾ അലവ് പോലെ നമ്മൾ കടിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് കിട്ടും കേട്ടോ. ഞാനൊന്ന് കൊത്തി അരിഞ്ഞെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ മിക്സിയുടെ ജാറിലേക്ക് ഉണ്ടല്ലോ ഒരു കുറച്ച് കുഞ്ഞ് ജീരകം അതുപോലെ തന്നെ ഏലക്കയും കൂടെ കൂടിയിട്ട് ഒന്ന് പൊടിച്ച് അതെടുത്ത് മാറ്റി വയ്ക്കാവേ. ഇനി നമുക്ക് ഇതുപോലെ ഉണ്ടാക്കുന്ന ഒരു പാനിലേക്ക്, നമുക്ക് ഇങ്ങനെ ഒരു പാനിലേക്കാണ് ഉണ്ടാക്കുന്നതെങ്കിൽ പെട്ടെന്ന് ഒരു 10 മിനിറ്റ് കൊണ്ട് പെട്ടെന്ന് റെഡി ആക്കി കിട്ടും കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഒരു പാൻ എടുത്തിട്ട് അതിലേക്കുണ്ടല്ലോ നമുക്കൊരു കുറച്ച് നെയ്യും വെളിച്ചെണ്ണയും കൂടി മിക്സ് ചെയ്ത് ഒന്ന് എടുത്ത് ഒഴിച്ചിട്ട് അതിലേക്ക് നമ്മൾ ആ തേങ്ങാക്കൊത്തും അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും നട്ട്സോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു അണ്ടിപ്പരിപ്പോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഇട്ട് കൊടുത്തിട്ട് അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വരട്ടി കൊടുക്കാം. അതുപോലെ മുരിഞ്ഞ് കൊടുത്ത് കഴിഞ്ഞപ്പോൾ നമ്മളവിടെ അടിച്ചു വെച്ചേക്കുന്ന ചക്കപ്പഴത്തിൻ്റെ ജ്യൂസ് ഉണ്ടല്ലോ, അത് നമുക്ക് ഇതുപോലെ അതിനകത്തേക്ക് അങ്ങോട്ട് ഒഴിക്കാം കേട്ടോ. ഇനി ഉണ്ടല്ലോ ഒന്ന് മധുരം ബാലൻസ് ചെയ്യാനായിട്ട് ഒരു നുള്ളു ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ടല്ലോ, നന്നായിട്ട് ഇതുപോലെ ഒന്ന് കൂട്ടി കളിക്കുന്ന മിക്സ് ചെയ്ത് കൊടുക്കാം. ഒന്ന് ചെറുതായിട്ടൊന്ന് വേവാനായിട്ട് ഇത് വെയിറ്റ് ചെയ്യട്ടെ. അപ്പോൾ ഇങ്ങനെ ഇളക്കി കൊടുക്കുമ്പോൾ ഇതുണ്ട് ചെറിയ രീതിയിലൊരു പൊട്ടൽ വരും കേട്ടോ. ഇങ്ങനെ ഉണ്ടല്ലോ ഒരു പൊട്ടി വരുമ്പോൾ അത് കയ്യിലേക്ക് തെറിക്കാതിരിക്കാനൊക്കെ ഉണ്ടെന്ന് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിനകത്തേക്ക് ഉണ്ടല്ലോ ഒരു കുറച്ച് നമ്മൾ എടുത്ത് വെച്ചേക്കുന്ന ശർക്കരപ്പാനി ഉരുക്കിയതുണ്ടല്ലോ അതും കൂടിയിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒന്ന് സെറ്റ് ആവാനായിട്ടൊന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ. സെറ്റായി വന്നു കഴിയുമ്പോൾ ഉണ്ടല്ലോ നമുക്ക് ഇതിനകത്തേക്ക് ഉണ്ടല്ലോ അപ്പം നമ്മളവിടെ പൊടിച്ച് വെച്ചേക്കുന്ന നമ്മുടെ ഒരു ഏലക്കയുടെയും ജീരകത്തിൻ്റെ പൊടി ഉണ്ടല്ലോ അത് നമുക്ക് ഇതിനകത്തേക്കൊന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇട്ട് കൊടുത്തിട്ട് നമുക്കൊന്ന് കുറുക്കി കൊടുക്കാവേ. എന്നാലാണ് ഒരു ഏലക്കയുടെയും ജീരകത്തിൻ്റെ ഒരു ഫ്ലേവർ അങ്ങോട്ട് പിടിക്കത്തുള്ളൂ കേട്ടോ. നല്ലൊരു മണമായിരിക്കും കേട്ടോ ഇതിങ്ങനെ ഇളക്കി കൊടുക്കുമ്പോൾ. ഇതുപോലെ ഒന്ന് സെറ്റായി വരുന്നുണ്ട്. ഇതല്ലേ ഇനി ഇപ്പോൾ ഉണ്ടല്ലോ ഇതിനകത്തേക്കുണ്ടല്ലോ നമുക്ക് ഗോതമ്പ് പൊടി അല്ല ഞാൻ ഇടുന്നത് മൈദമാവാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഗോതമ്പ് പൊടി മിക്സ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം, മൈദമാവ് ഇല്ലെങ്കിൽ കേട്ടോ. ഞാനിപ്പോൾ 3/4 ഗ്ലാസോളം മൈദമാവ് അതുപോലെ വെള്ളത്തിൽ കലക്കിയിട്ട് അതിലേക്ക് ഇതുപോലെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് മൈദമാവ് ഇടുന്നത് തന്നെ നിർബന്ധമൊന്നുമില്ല. അരിപ്പൊടി ഉണ്ടെങ്കിൽ അരിപ്പൊടി ഇട്ട് കൊടുത്താലും മതി കേട്ടോ. ഒരു 1/2 ഗ്ലാസോളം അരിപ്പൊടി ഇട്ട് കൊടുത്താൽ മതി, വറുത്തരിപ്പൊടി ഉണ്ടല്ലോ അത്. ഇനിയിപ്പോൾ അതും ഇല്ലെങ്കിൽ ഗോതമ്പ് പൊടി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ ഒരു 1/2 ഗ്ലാസ് എടുത്തിട്ട് ഇതുപോലെ വെള്ളത്തിൽ കലക്കിയിട്ട് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഇതുപോലെ ഒരു അലുവ പരുവത്തിൽ പെട്ടെന്ന് ഇതുപോലെ അങ്ങോട്ട് സെറ്റായി ഇതുപോലെ വരും കേട്ടോ. നല്ല മണവും നല്ല ടേസ്റ്റും ഒക്കെ ആയിട്ട് നമ്മളിങ്ങനെ സെറ്റായി വന്നു കഴിയുമ്പോഴേ നമുക്ക് ഇതിനകത്തേക്ക് ഉണ്ടല്ലോ ഇച്ചിരി നെയ്യോ വെളിച്ചെണ്ണോ ഒക്കെ ഉണ്ടെങ്കിൽ ഇതിലേക്ക് അങ്ങോട്ട് ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് സെറ്റായി വരാനായിട്ടൊന്ന് ഇളക്കി ഒന്ന് കുറച്ചും കൂടെ ഒന്ന് കുറുകിയൊരു പരുവം വരത്തില്ലേ, അതങ്ങനെ ഒന്ന് കുറുകി വന്നു കഴിയുമ്പം നമുക്ക് അതിനകത്തേക്ക് വെളുത്തുള്ളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നട്ട്സുകളോ നിങ്ങൾക്ക് ഇട്ട് കൊടുക്കണം എന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ ഒരു കൂട്ടത്തിലേക്ക് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തില്ലാന്ന് വെച്ചും കുഴപ്പമൊന്നുമില്ല. ഇനി തീ അങ്ങ് ഓഫ് ചെയ്തിട്ടുണ്ടല്ലോ ആ ഒരു ചൂടിനോടെ തന്നെ നമുക്ക് ഇതുപോലെ ഒരു പ്ലേറ്റോ അല്ലെങ്കിൽ എന്തെങ്കിലും ചോറ്റുപാത്രമോ അല്ലെങ്കിൽ ഇതുപോലത്തെ എന്തെങ്കിലുമൊക്കെ പാത്രങ്ങൾ വീട്ടിലിരിപ്പുണ്ടെങ്കിലുണ്ടല്ലോ നമുക്ക് അതിനകത്തേക്ക് ഇത്തിരി നെയ്യോ വെളിച്ചെണ്ണയോ കൂടിയിട്ട് ഇതുപോലെ എടുത്ത് ഒഴിച്ചിട്ട് ചൂടിനോടെ നമുക്ക് ഇതുപോലെ ഒന്ന് സെറ്റ് ചെയ്യാനായിട്ട് ഒന്ന് ഒഴിച്ചെടുത്ത് മാറ്റി വെക്കാം. വളരെ എളുപ്പമല്ലേ, നമുക്കൊരു അട ഉണ്ടാക്കുന്ന ഒരു പാടില്ല കേട്ടോ. അത്രയ്ക്കും എളുപ്പമായിട്ട് സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാവുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്കാണ് കേട്ടോ. അപ്പോൾ ഒരു അലുവ പരുവത്തിൽ ഇരിക്കുന്നത് സെറ്റായി വന്നു കഴിയുമ്പോൾ കേട്ടോ. ഇത് ഞാൻ 2 പാത്രത്തിലായിട്ടാണ് ഉണ്ടാക്കിയത്. അപ്പോൾ 2 ദിവസത്തേക്ക് എടുക്കാമല്ലോ എന്ന് വെച്ചാൽ, പക്ഷേ ഇത് ഉണ്ടാക്കി കഴിഞ്ഞ് ഇപ്പം തീർന്ന വഴി അറിഞ്ഞില്ല കേട്ടോ. കാരണം അത്രയ്ക്ക് ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. എന്ന് വെച്ചാൽ നെയ്യും വെളിച്ചെണ്ണയൊക്കെ ഇങ്ങോട്ട് തടവി കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് സെറ്റ് ചെയ്തെടുക്കുകയാണെങ്കിൽ അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ നമുക്കൊന്ന് ചൂടറിയതിന് ശേഷം നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് പെട്ടെന്ന് സെറ്റ് ആവാനായിട്ട് വേണമെങ്കിൽ ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെക്കാം. അപ്പോൾ 2 മണിക്കൂറും കൊണ്ട് അത് സെറ്റായി കിട്ടും കേട്ടോ. ഞാനിത് ഫ്രിഡ്ജിൽ വെച്ച് പെട്ടെന്ന് സെറ്റാക്കിയതാണ്. അപ്പോൾ ഇനിയിപ്പോൾ ഉണ്ടല്ലോ നമുക്ക് വേണമെങ്കിൽ ഇത് അലുവ മുറിക്കുന്ന പോലെ അങ്ങോട്ട് മുറിച്ചെടുക്കാം. അതായത് പോലെ കണ്ടില്ല നമ്മൾ ആ അലുവ കട്ട് ചെയ്യുന്ന രീതിയിൽ തന്നെ അത് പെട്ടെന്ന് അങ്ങോട്ട് വിട്ട് കിട്ടും കേട്ടോ. അതേപോലെ ഒന്ന് കൊട്ടി കൊടുത്തിട്ട് ഇതുപോലെ പ്ലേറ്റിലേക്ക് അങ്ങ് കൊട്ടാട്ടോ. ഇനി നമുക്കിത് അങ്ങോട്ട് മുറിച്ചെടുക്കാം കേട്ടോ. നല്ല ടേസ്റ്റുമാണ്, നല്ല മണമാണ്. ഒരു ഏലക്കയുടെ ഒക്കെ അതിൻ്റെ ആ ഫ്ലേവർ അങ്ങ് വന്നു കഴിയുമ്പോഴേ നല്ലൊരു അലുവ കഴിക്കുന്ന പോലെ ഒരു ഇത് കിട്ടും. അപ്പം ബാലൻസ് ഒക്കെ ഉണ്ടെങ്കിൽ ഫ്രിഡ്ജിലേക്ക് എടുത്ത് വയ്ക്കുക. 2 ദിവസമൊക്കെ ഫ്രിഡ്ജിൽ ഇരുന്നുള്ളൂ കേട്ടോ. വെളിയിൽ വെച്ച് കഴിഞ്ഞാൽ കേടായിപ്പോവും. നമ്മൾ ഇതിനകത്ത് വേറെ കൂട്ടൊന്നും ചേർക്കുന്നില്ലല്ലോ.
അപ്പോൾ എടുത്ത് ഉണ്ടാക്കി നോക്കാം. ഫ്രിഡ്ജിൽ വെക്കാനൊന്നും കിട്ടുമൊന്നുമില്ല. അതിങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ തീരുന്ന വഴി അറിയത്തില്ല കേട്ടോ. അപ്പോൾ ഉണ്ടാക്കി നോക്കാം. അപ്പോൾ നല്ലൊരു കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ട് ഷെയർ ചെയ്യാൻ മറക്കരുത്. ബൈ.